അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഈ ഡയമെൻഷൻ അനാലിസിസ് കൊണ്ടുള്ള 3 ഉപയോഗങ്ങൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ഉപയോഗം നമ്മൾ ചെക്ക് ചെയ്തു, ശരിയാണോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് വരിക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ യൂസേജ് ആയിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എ ഗിവൺ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ഗിവൺ ഇക്വേഷൻ. തന്ന ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാനും നമുക്ക് ആരെ ഉപയോഗിക്കാം? ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്തു നോക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ ആ സംഭവത്തിന്, ആ രണ്ടാമത്തെ പോയിന്റ് നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്നും കൂടി പറയാൻ പറ്റും. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് എങ്ങനെ തീരുമാനിക്കാൻ നോക്കിക്കോളൂ നിങ്ങൾ. ഇപ്പോൾ ഇവിടെ നമ്മളൊരു ഇക്വേഷൻ എടുത്തു, S = ut + ½ t². ഇതിൽ 3 ടേം ഉണ്ട്. എന്താ ഈ 3 ടേം എന്ന് പറഞ്ഞാൽ? നമ്മൾ നോക്കുക, ഈക്വൽ ടു സൈനിന്റെ പുറത്ത് എസ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. ഓക്കെ, പിന്നെ ut എന്ന് പറഞ്ഞ മറ്റൊരു ടേം, എസ് എന്ന് പറഞ്ഞ ഒരു ടേം, ut എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത ടേം, ½ എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത ടേം. അങ്ങനെ 3 ടേമുകളുണ്ട്, 3 സംഭവങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവിടെ പ്ലസ് ഉണ്ട്, ശരിയാണ്. അത് 2 ടേമുകൾ തമ്മിൽ പ്ലസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടാവും, ഇവിടെ അങ്ങനെയാണെങ്കിൽ 2 ടേമുകൾ നമ്മൾ ഇൻഡ്യൂ ചെയ്തേനെ. ഇൻഡ്യൂ ചെയ്തത് രണ്ടും കൂടി ഒറ്റ ടേമായിട്ട് നമ്മൾ കൂട്ടുക. ഇൻഡ്യൂവും ഡിവിഷനും ഒക്കെ ഒറ്റ ടേമായിട്ടാണ് കൂട്ടുക. പക്ഷെ പ്ലസ് ചെയ്യുമ്പോൾ പ്ലസ് ചെയ്യുന്നതിന് മുന്നുള്ളത് ഒരു ടേമും ശേഷമുള്ളത് അടുത്ത ടേമുമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഈക്വൽ ടു സൈനിൻ്റെ ഇപ്പുറത്തുള്ളത് മറ്റൊരു ടേം. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയിൽ പറയുന്നത്, അല്ലെങ്കിൽ ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ഗിവൺ ഇക്വേഷൻ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, ഒരു ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ടേമിൻ്റെയും ഡയമെൻഷൻ അനാലിസിസ് സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ടേമില്ലേ, 3ന്റെ ഡയമെൻഷൻ അനാലിസിസ് എന്തായിരിക്കണം? ഒരേ സംഭവം തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇക്വേഷൻ കറക്റ്റ് ആണ് എന്ന് പറയാൻ പറ്റും. ഇൻ കേസ് അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഇക്വേഷൻ തെറ്റാണ് എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എ ഗിവൺ ഇക്വേഷൻ. തന്ന ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്നത് അങ്ങനെയായിരിക്കും. അപ്പൊ ഇവിടെ S = ut + ½ t². ഇക്വേഷൻ എല്ലാവർക്കും പരിചയമുള്ള ഇക്വേഷനാണ്. S എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ്, u ഇനീഷ്യൽ വെലോസിറ്റി, t എന്നുള്ള ടൈം, ഹാഫ് കോൺസ്റ്റന്റ് ആണ്, a എന്നുള്ളത് ആക്സിലറേഷൻ, t² എന്നുള്ളത് ടൈമിന്റെ സ്ക്വയർ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ശരിയാണെന്ന് ചെക്ക് ചെയ്യല്ലേ? ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡയമെൻഷൻ എന്താ വരിക? ഡയമെൻഷൻ അനാലിസിസിൽ അതിൽ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത് ലെങ്ത് ആണ്. ഡിസ്പ്ലേസ്മെന്റ് കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കാണുന്നത്? ലെങ്ത് ആണ് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് അതിന്റെ ഡയമെൻഷൻ അനാലിസിസ് ആയ L കൊടുത്തു. അപ്പോൾ ഒന്നാമത്തെ ടേമില് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതിന്റെ L ആണ്. അപ്പൊ നമുക്കറിയാം ഇതും L ആയിരിക്കണം, ഇതും L ആയിരിക്കണം, എങ്കിലേ ഇക്വേഷൻ കറക്റ്റ് ആവുള്ളൂ. അപ്പം ചെക്ക് ചെയ്യണം കേട്ടോ. u എന്നുള്ളത് എന്താണ്? വെലോസിറ്റിയാണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ അനാലിസിസിൽ വരുന്ന ഫോർമുല ഏതാ? L(t⁻⁻1) ഇതല്ലേ? അല്ല, വെലോസിറ്റിന്റെ അങ്ങനെ നമ്മൾ പഠിച്ചത് മീറ്റർ/സെക്കൻഡ് ആണ്. മീറ്റർ എന്ന് പറയുമ്പോൾ ലെങ്ത്, പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ t⁻⁻1. ഓക്കെ, അതാണ് ഇതിന്റെ ഇനീഷ്യൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഇൻറ്റു ടി എന്നും കൂടിയുണ്ട്, ടൈമും കൂടിയുണ്ട്. ഇൻറ്റു ടി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ടൈമിന്റെ ഡയമെൻഷൻ ഫോർമുല എന്താ? ടി തന്നെയാണ്. അപ്പോൾ ഇൻറ്റു ടി. ഓക്കെ, അപ്പൊ ഈ ടൈമിൻ്റെതായി കേട്ടോ. അടുത്ത ടൈമിന്റെ നമുക്ക് വേറെ കാണാം, പ്ലസ് ഇതിന്റെ കാണണം, ഇത് ചെയ്യാം. അതിന് മുമ്പ് ഇതൊന്ന് തീരുമാനമാക്കണം. L × t⁻⁻1 × t എന്താ വരാ? t⁻⁻1 ഉണ്ട്, t⁻t ഉണ്ട്. t ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ t⁻1 എന്നുള്ളതാണ്. അപ്പൊ t⁻⁻1 × t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എന്താ? 1 ആവൂലേ? t⁻⁻1 ഡിവൈഡ് ബൈ t എന്നായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഇത് 1 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. അതായത് ടിയും കൂടി t⁻⁻1ഉം ഈ ടിയും കൂടി എന്ത് ചെയ്യും? 1 ആവും. രണ്ടും കൂടി ഇൻഡ്യൂ ചെയ്യുമ്പോൾ 1 എന്നുള്ളത് വരും. അപ്പോ ഇവിടെ ബാക്കിയുള്ളത് എന്ത് മാത്രമാണ്? ഇത് 1 × L തന്നെ വരും. അപ്പോൾ
L is equal to ഇവിടുന്ന് നമുക്ക് L എന്ന് മാത്രം കിട്ടും. UT എന്നുള്ളതിന്റെ ഡയമെൻഷൻ L എന്നല്ല. അപ്പൊ അത് ശരിയാണ്. ഇനി ഈ ടേമും കൂടി L ആണെങ്കിൽ അത് ശരിയായിരിക്കും, അല്ലെങ്കിൽ അത് തെറ്റായിരിക്കും. അപ്പൊ നോക്കാം, ഈ ടേമിന്റെ കൂടി നോക്കുക. ഹാഫ് എന്നുള്ളതിന് ഡയമെൻഷണൽ ഫോർമുല ഉണ്ടോ? ഇല്ല. കാരണം എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു, ഡയമെൻഷണൽ അനാലിസിസിലെ കോൺസ്റ്റന്റുകൾ വരുന്നുണ്ട്. കോൺസ്റ്റന്റുകൾക്ക് ഡയമെൻഷൻ ഇല്ലാത്ത ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റുകൾ വരുന്നുണ്ട്. 1 2 3 എന്നൊക്കെ പറയുന്നത് പൈ, ഇതൊക്കെ ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇതും ഒരു ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ്. ഇതിന് ഡയമെൻഷൻ ഫോർമുല ഇല്ല. പിന്നെ എ എന്നുള്ളത് എന്താ? ആക്സിലറേഷൻ അല്ലേ? ആക്സിലറേഷന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷന്റെ ഇക്വേഷൻ. മീറ്റർ എന്ന് പറയുമ്പോൾ L ലെങ്ത് ആണ്, പെർ സെക്കൻഡ് സ്ക്വയർ. സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ T റേസ് ടു പെർ ആണ്. പെർ ആവുമ്പോൾ മൈനസ് വേണം അല്ലെ? T റേസ് ടു -2. ഓക്കെ, അപ്പൊ ആക്സിലറേഷന്റെ കഴിഞ്ഞു. ഇനി ഇൻറ്റു ടി സ്ക്വയർ. ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ ടൈമിന്റെ സ്ക്വയർ എന്നല്ലേ? ടൈമിന്റെ സ്ക്വയർ ഇങ്ങനെ വരും. ഇനി നോക്കുക, ഇവിടെ L ഇൻറ്റു T റേസ് ടു -2 ഉണ്ട്, ടി സ്ക്വയർ ഉണ്ട്. രണ്ടും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് വരും? 1 എന്നുള്ളത് വരും. അപ്പോ ഇവിടെ ബാക്കി ഉണ്ടാവുക L മാത്രമാണ്. അതായത് ഈ ടേം L ആണ്, ഇവിടുത്തെ രണ്ടാമത്തെ ടേം L ആണ്, മൂന്നാമത്തെ ടേമും എന്തെന്നെയാണ്? L തന്നെയാണ്. 3 ടേമും L തന്നെ കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഇക്വേഷൻ ഇസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് LT സ്ക്വയർ എന്നുള്ളത് ഈ സംഭവം വെച്ചുകൊണ്ട്, ഡയമെൻഷൻ അനാലിസിസ് വെച്ചുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ ശരിയാണ്. കാരണം എന്താ? ഇതിലുള്ള ഓരോ ടേമും ഈക്വൽ ആണ്, അല്ലെങ്കിൽ ഓരോ ടേമിന്റെയും ഡയമെൻഷൻ അനാലിസിസ് എന്ന് പറയുന്നത് സെയിം ആണ്. അങ്ങനെ ഡയമെൻഷൻ അനാലിസിസ് സെയിം ആണെങ്കിലാണ് നമ്മൾ പറയാ ആ ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് പറയും. ഇൻ കേസ് ഇത് ശരിയല്ല എങ്കിൽ, ഇത് സെയിം അല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഇക്വേഷൻ തെറ്റാണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ടാമത്തെ സംഭവം. എന്താണ് അതിന്റെ രണ്ടാമത്തെ യൂസേജ്? ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എ ഗിവൺ ഇക്വേഷൻ. തന്ന ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പറയാൻ പറ്റും. അതിനെ തന്നെ പറയാൻ പറ്റുന്ന മറ്റൊരു പേര് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്നും കൂടി നമ്മൾ ഈ രണ്ടാമത്തെ യൂസേജിനെ വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് ടു ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ വേരിയസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമ്മൾ ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ തമ്മിലുള്ള എന്താണ് ബന്ധം എന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മറ്റു ഫിസിക്കൽ ക്വാണ്ടിറ്റീസുമായിട്ട് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടും നമുക്ക് ആരും ഉപയോഗിക്കാം? ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞ കാര്യം മനസ്സിലായിക്കോളും. നമ്മള് പെൻഡുലം എന്ന് പറഞ്ഞ സാധനം കണ്ടു. അങ്ങനെ ഇതേപോലത്തെ ഒരു സാധനം ഉണ്ട്, പെൻഡുലം എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ലാബിൽ ചെയ്യാനുള്ളതാണ് അടുത്ത വർഷമൊക്കെ. അപ്പോ ഈ പെൻഡുലത്തിന്റെ കാര്യം പറയുമ്പോൾ, പെൻഡുലത്തിൽ നിങ്ങൾ നോക്കുക, ഒരു പെൻഡുലം കാണാത്തവർക്ക് വേണ്ടിയിട്ട് ചിത്രം വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലാബിൽ നിന്ന് കാണാം. ഒരു നൂല് കെട്ടിയിട്ട് അതിൻ്റെ അറ്റത്തായിട്ട് ഒരു മാസ് തൂക്കിയിട്ടുണ്ട്. മാസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബോബ് എന്ന് തന്നെ പറയാം. ഒരു ചെറിയ ഉണ്ട തൂക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും. നമ്മൾ അതിനെന്ത് ചെയ്യും? മെല്ലെ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യിപ്പിക്കും. ഒന്ന് പിടിച്ചിട്ട് ആട്ടിയിട്ട് വിടും. അപ്പോൾ അതിങ്ങനെ ആടുന്നുണ്ടാവും അല്ലേ? നമുക്ക് ഇവിടെ ഈ പെൻഡുലത്തിന്റെ ഒരു പ്രാവശ്യം ഇങ്ങനെ ആടാൻ എത്ര ടൈം എടുക്കുന്നു അതിന് നമ്മൾ പറയാം പെൻഡുലത്തിന്റെ ടൈം പീരീഡ് എന്നാണ് പറയാം. പെൻഡുലത്തിന്റെ ടൈം പീരീഡ്. അപ്പൊ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. T is equal to 2π root of L/g. L എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെങ്ത്, പിന്നെ G എന്നുള്ളത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതാണ് പെൻഡുലത്തിന്റെ ഇക്വേഷൻ. പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ, ഒറിജിനൽ ഇക്വേഷൻ ഇതാണ് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് എന്ത് ചെയ്യണം? ഈ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ കണ്ടെത്തുകയാണ്. ഇത് നമുക്കറിയാം, ഇതിങ്ങനെയാണ് വരിക. പെൻഡുലത്തിന്റെ ഇക്വേഷൻ എന്താണ്? ഓൾറെഡി ഉള്ളത് T is equal to 2π root of L/g. നമുക്ക് പഠിക്കാനുണ്ട്, വേറെ ചാപ്റ്ററിലാണ്, ഇവിടെ നമ്മൾ പഠിക്കാം. പക്ഷെ നമ്മൾ ഈ പെൻഡുലം നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പെൻഡുലത്തിന്റെ ലെങ്ത് L ഇവിടെ ഉണ്ട്, പിന്നെ ഇതിനൊരു മാസ് ഉണ്ടാവും. നമ്മൾ അറ്റത്തൊരു കട്ടിയുള്ള ഒരു കനമുള്ള എന്തെങ്കിലും സാധനം തൂക്കിയിടുമല്ലോ, അപ്പൊ അതിനെന്തെങ്കിലും ഒരു മാസ് ഉണ്ടാവും. മാസ് നമ്മൾ M എന്ന് കൊടുത്തു. ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കാന്നല്ലേ പറഞ്ഞേ? ആടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവൂലേ അല്ലേ? ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു ആംഗിൾ ഉണ്ടാവും, ഇങ്ങോട്ട് വരുമ്പോൾ വേറെ ആംഗിൾ. അപ്പൊ ആ ഇടയിലുള്ള ആംഗിൾ ഉണ്ട്. അപ്പൊ ആംഗിളിന് ഞാൻ തീറ്റ എന്ന് കൊടുത്തു. നമ്മൾ സാധാരണ ഒരു മനുഷ്യനെ നോക്കുമ്പോൾ ഈ ടൈം പീരീഡ് എത്ര പ്രാവശ്യം എത്ര ടൈം എടുക്കുന്നു എന്ന് പറയുന്ന ടൈം പീരീഡ് ഉണ്ടല്ലോ,
ആ ടൈം പീരീഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്? നമ്മൾ ഈ ഇക്വേഷൻ എങ്ങനെ കണ്ടെത്തി, അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ഇക്വേഷൻ നമ്മളെ കൊണ്ട് ഡയമെൻഷൻ അനാലിസിസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാണ് കേട്ടോ. ഓക്കെ, നോക്കുക, നമ്മള് ടൈം പീരീഡ് ആണ് നമുക്ക് കണ്ടെത്താനുള്ളത്. ടൈം പീരീഡ് കണ്ടെത്താണ് ടി. ടൈം പീരീഡ് ഈസ് പ്രപ്പോർഷണൽ ടു എന്തൊക്കെ കാര്യങ്ങളോട് പ്രപ്പോർഷണൽ ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കാം. നമ്മൾ നോക്കിയിട്ട് മാസിനോട് പ്രപ്പോർഷണൽ ആവാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മാസ് എന്നുള്ളത് അവിടെ എഴുതി വെച്ചു. എം മാസിനോട് പ്രപ്പോർഷണൽ ആകും, പക്ഷെ അതിന് എത്ര മടങ്ങ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അതുകൊണ്ട് മാസ് റൈസ് ടു എ എന്ന് എഴുതി വെച്ചു. എ എത്രയാണെന്ന് നമുക്ക് അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ എ എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ ആരോട് പ്രപ്പോർഷണൽ ആവാൻ സാധ്യതയുണ്ട്? എല്ലിനോട് പ്രപ്പോർഷണൽ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എൽ റൈസ് ടു ബി എന്ന് നമ്മൾ എഴുതി വെച്ചു. പിന്നെ സാധ്യതയുള്ളത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതിങ്ങനെ തൂങ്ങി കിടക്കാനൊക്കെ ഉള്ള കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പൊ ജിക്ക് പ്രപ്പോർഷണൽ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉറപ്പൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ സാധ്യത ഉണ്ടായതുകൊണ്ട് ജി റൈസ് ടു സി എന്നും, പിന്നെ നമ്മുടെ ഈ തീറ്റ റൈസ് ടു ഡി എന്നും നമ്മൾ എഴുതി കൊടുത്തു. അവിടെ നോക്കാം, ഇങ്ങനെ നമ്മൾ എഴുതി. ഓക്കെ, ഇത്രയും എഴുതി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ടൈം പീരീഡ് ആണല്ലോ കാണുന്നത്. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെയും ഡയമെൻഷണൽ അനാലിസിസ് അല്ലെങ്കിൽ ഡയമെൻഷണൽ ഫോർമുല നമ്മൾ എഴുതി കൊടുക്കുക. ടൈമിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ? ടൈം എന്നുള്ളതിന്റെ എന്താ കൊടുക്കുക? ഡയമെൻഷണൽ ഫോർമുല ടി തന്നെ അല്ലേ കൊടുക്കുക? ടി എഴുതി. പ്രപ്പോർഷണലിനെ മാറ്റിയിട്ട് ഈക്വൽ ടു ആക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും, പല പ്രാവശ്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പ്രപ്പോർഷണൽ എന്ന് പറയുന്ന സൈന് മാറ്റി ഈക്വൽ ടു ആക്കുമ്പോൾ എന്താ ചെയ്യേണ്ടി? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് അതിനെ ഇൻഡ്യൂ ചെയ്താൽ മതി. നമുക്ക് ഇവിടെ തൽക്കാലം കോൺസ്റ്റന്റ് ആയിട്ട് കെ എന്നെടുത്തു. നമുക്ക് അറിയില്ലല്ലോ കോൺസ്റ്റന്റ് എന്താണെന്നുള്ളത്, നമ്മൾ കെ എന്നെടുത്തു. ഇനി ആദ്യത്തെ കേസ് മാസ് ആണ്. മാസിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ? മാസ് എന്നുള്ളതിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ? എം അല്ലേ മാസിന്റെ. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എം റൈസ് ടു എ എന്നുള്ളത് അതേപോലെ തന്നെ നമ്മൾ എഴുതണം കേട്ടോ. എ എന്നുള്ളത് അതേപോലെ തന്നെ എഴുതണം. എ എന്ന് എഴുതി വെച്ചു. ഇനി ലെങ്ത്തിന്റെ ഡയമെൻഷൻ ഫോർമുല എന്താ? ലെങ്ത്തിന്റെ എന്താ വരിക? എൽ റൈസ് ടു ബി എന്ന് അതേപോലെ തന്നെ നമ്മൾ എഴുതണം. ഇനി ജി എന്താ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആക്സിലറേഷന്റെ ഡയമെൻഷൻ ഫോർമുല നമുക്കറിയാം, എൽ ടി റൈസ് ടു -2 ആണ് അല്ലെ? പക്ഷെ ഇവിടെ റൈസ് ടു സി ഉണ്ട്. റൈസ് ടു സി എഴുതുമ്പോ ഇതല്ലേ ആക്സിലറേഷൻ ഡയമെൻഷണൽ ഫോർമുല അല്ലെ? എൽ ടി റൈസ് ടു -2 എന്നല്ലേ? ഇത് റൈസ് ടു സി തന്നെ എഴുതണം കേട്ടോ, അല്ലാതെ ഇതിന് മാത്രം അല്ലെങ്കിൽ ഇതിന് മാത്രം സി എന്നല്ല, രണ്ടിനും കൂടി ഉള്ളതാണ് ഈ സി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ തന്നെ എഴുതാം. ഇനി തീറ്റ റൈസ് ടു ഡി ആണ്. തീറ്റ എന്നുള്ളത് എന്താ? ആംഗിൾ ആണ്. ആംഗിളിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ? ആംഗിൾ അങ്ങനെ എന്തില്ല, ഡയമെൻഷൻലെസ് ആണ് അല്ലെ? ഡയമെൻഷൻലെസ് വേരിയബിൾ ആണ് ആംഗിൾ തീറ്റ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഡയമെൻഷൻ ഇല്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഡയമെൻഷൻ. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്, ടി എന്നുള്ളത് അവിടെ തന്നെ നിൽക്കട്ടെ, ഈ സൈഡ് അവിടെ നിൽക്കട്ടെ, കെ എന്നുള്ള കോൺസ്റ്റന്റ് അവിടെ നിൽക്കട്ടെ, എം റൈസ് ടു എ, എം വേറെ എവിടെയെങ്കിലും ഉണ്ടാകും നോക്കാം. വേറെ എവിടെയില്ലല്ലോ. അപ്പൊ നമ്മൾ എം റൈസ് ടു എ എന്നുള്ളത് അതേപോലെ തന്നെ എഴുതി വെച്ചു. എൽ റൈസ് ടു പ്രശ്നമുണ്ട് അവിടെ. ഇവിടെ എൽ റൈസ് ടു ബി ഉണ്ട്. പിന്നെ ഈ ബ്രാക്കറ്റിനുള്ളിൽ വേറൊരു എല്ലും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, ഈ സീനെ ബ്രാക്കറ്റിനുള്ളിലേക്ക് കൊണ്ടുപോവാം, എന്നിട്ട് ബാക്കിയുള്ളത് പറയാം. എൽ റൈസ് ടു ബി എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ബ്രാക്കറ്റിനുള്ളിലേക്ക് സീനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എൽ റൈസ് ടു സി ടി റൈസ് ടു -2c ഇങ്ങനെ ആവൂലേ? ഈ സീൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ എൽ റൈസ് ടു സി ടി റൈസ് ടു -2c എന്നാവും. അതുപോലെ എഴുതിച്ചു. നെക്സ്റ്റ് ടി ഈക്വൽ ടു കെ ഇൻറ്റു എം റൈസ് ടു എ. എം വേറെ ഒന്നുമില്ല. ഇനി എൽ ആണെങ്കിൽ രണ്ടെണ്ണം ഉണ്ട്. എൽ റൈസ് ടു ബി ഉണ്ട്, എൽ റൈസ് ടു സി ഉണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് ചേർത്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി, എൽ റൈസ് ടു ബി പ്ലസ് സി എന്ന് എഴുതിയാൽ മതി. ബി പ്ലസ് സി എന്നുള്ളത് ഒരുമിച്ച് നമ്മൾ എഴുതി കൊടുത്തു. ഇനി ടി റൈസ് ടു -2c എന്ന് നമ്മൾ എഴുതി കൊടുത്തു.
ഓക്കെ, ഇത് ടി അതേപോലെ ഈ എല്ലിന്റെ കാര്യമാണ്. 2 എൽ ഉണ്ടായതുകൊണ്ട് ഇവിടെ l⁻b പ്ലസ് സി എന്ന് ഇത് രണ്ടിനും കൂടി l⁻b പ്ലസ് സി എന്നാണ് നമ്മൾ എഴുതി കൊടുത്തത് അല്ലേ. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കെ അവിടെ തന്നെ നിൽക്കട്ടെ, 2 സൈഡും ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ഉണ്ടല്ലോ, ഇവിടെ ടി മാത്രമല്ലേ ഉള്ളൂ, അപ്പൊ അതും അവിടെയും അങ്ങനെ ആയിരിക്കണം, ടി മാത്രമായിരിക്കണം. ബാക്കിയുള്ളതൊക്കെ അതിനനുസരിച്ച് നമ്മൾ ഒഴിവാക്കണം. ഒരു സൈഡിൽ ടി മാത്രമേ ഉള്ളൂ, t⁻1 ആണുള്ളത്. ടി മാത്രം എന്ന് പറഞ്ഞാൽ t⁻1 ആണ്. കെ ഇൻറ്റു കെ അവിടെ നിൽക്കട്ടെ, കോൺസ്റ്റന്റ് ആണ്, ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ്, അവിടെ നിന്നേക്കോട്ടെ. m⁻a എന്ന് പറയുമ്പോ നോക്കാം, ഇപ്പുറത്ത് എം ഉണ്ടോ? ഈ സൈഡിൽ ഇക്വേഷന്റെ ഈക്വൽ ടു സൈഡിന്റെ ഇപ്പുറത്ത് എം ഉണ്ടോ? ഇല്ലല്ലോ, ഇവിടെ ടി മാത്രമേ ഉള്ളൂ, എമ്മും ഇല്ല എല്ലും ഇല്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ സൈഡിലും എമ്മും എല്ലും 0 ആയിരിക്കണം. അതാണ് അതിന്റെ മീനിങ്. അപ്പോ m⁻0 എന്നായിരിക്കണം, m⁻0 എന്നായിരിക്കണം. പിന്നെ l⁻l അപ്പുറത്ത് ഈക്വൽ ടു സൈഡിന്റെ പുറത്ത് എൽ ഉണ്ടോ? ടി മാത്രമല്ലേ ഉള്ളൂ, എന്തില്ലല്ലോ. അപ്പോ l⁻ എന്തെന്നെ ആയിരിക്കണം? 0 തന്നെ ആയിരിക്കണം. ഇനി ടി ഉണ്ട്, എത്ര ഉണ്ട് ഇവിടെ? ഒരൊറ്റ ഒന്നേ ഉള്ളൂ. അപ്പൊ അപ്പുറത്തും എന്തേ പാടുള്ളൂ? t⁻1 അല്ലെങ്കിൽ ഒരൊറ്റ ടിയെ പാടുള്ളൂ, അല്ലാതെ വേറെ ഒന്നും പാടില്ല, ഒറ്റ ഒന്നേ പാടുള്ളൂ. അപ്പൊ ഒറ്റ ഒന്നും നമ്മൾ കൊടുത്തു. ഇനി ഈ 2 ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ നോക്കാം, m⁻a ആണ് ഇവിടെ ഉള്ളത്, ഇവിടെ m⁻0 ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? a=0 എന്നല്ലേ? എയുടെ സ്ഥാനത്തല്ല ഇവിടെ 0 ഉള്ളത്, a=0. ഇനി ഇവിടെ l⁻0 ആണ്, ഇവിടെ l⁻b പ്ലസ് സി ആണ്. ഇതിന് എന്താ മനസ്സിലാക്കാൻ പറ്റുക? b പ്ലസ് സി =0 എന്ന് വരും. അങ്ങനെയല്ല കിട്ടുക, b പ്ലസ് സി =0. ഇനി t⁻2c ആണ്, -2c എന്നുള്ള ഇവിടെ എത്ര വരണം? t⁻1 ആണ്, ഇവിടെ t⁻2c ആണ്. അതായത് -2c =1 എന്ന് വരണം. ഇത് നിങ്ങൾക്ക് സി കാണാൻ പറ്റുമോ? സി കണ്ടെത്താൻ പറ്റില്ലേ? c =(-1/2) എന്ന് കിട്ടൂലേ? ഈ -2 ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോ c =(-1/2). അപ്പൊ എയും കിട്ടി സിയും കിട്ടി. ബി കാണാൻ പറ്റുമോ? b പ്ലസ് സി =0 ആണ്, അതിൽ സി എന്നുള്ളത് -2 ആണ്. അപ്പൊ എങ്ങനെ എഴുതിക്കൂടെ അതിനെ? ഈ ഇക്വേഷൻ എങ്ങനെ എഴുതിക്കൂടെ? നോക്കാം, b പ്ലസ് അല്ല മൈനസ് ആവും അല്ലെ? b -12 0 എന്നാണ്. അങ്ങനെയാണെങ്കിൽ b എന്തായിരിക്കണം? b -12 0 ആണെങ്കിൽ b ഹാഫ് ആയിരിക്കണം. b ഹാഫ് എന്ന് കിട്ടും. അപ്പൊ b ഹാഫ് എന്ന് കിട്ടി. ഇവിടെ നോക്കാം, 3 ആയില്ലേ? a0 c -1/2 b ഹാഫ് എന്ന് നമുക്ക് കിട്ടി. ഇനി ഇതെങ്ങനെയാണ് ഇക്വേഷനിൽ കൊടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. അപ്പോ ഇനി ഇതെങ്ങനെയാണ് ഇക്വേഷനിൽ കൊടുക്കുക എന്നുള്ളതല്ലേ നോക്കുക. നമ്മളെ ഇക്വേഷൻ ഇതായിരുന്നു, നമുക്ക് ആദ്യം കിട്ടിയ ഇക്വേഷൻ അല്ല, ഇത് ഡയമെൻഷൻ അനാലിസിസ് കൊടുത്തു. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് ഈ സംഭവങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കിക്കോളൂ. അപ്ലൈ ചെയ്യാൻ പോവാണ്. t k ഇൻറ്റു നമ്മൾ ഇത് വെച്ചു കോൺസ്റ്റന്റ് കാര്യങ്ങളൊക്കെ എഴുതി. m⁻a ആണ്, എയുടെ വാല്യൂ എത്രയാണ്? 0. m⁻0 എന്ന് എഴുതി കൊടുക്കാം. l⁻b ആണ്, l⁻b എന്ന് പറയുമ്പോൾ എന്താണ്? b ഹാഫ്, l⁻½ g⁻c ആണ്. c എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ നോക്ക്, -½ θ⁻d d ഇല്ല, d 0 ആയി പോയി. അപ്പോൾ m⁻0 അതും 0 ആയി പോകും. k ഇൻറ്റു l⁻½ g⁻−½ ഇതല്ലേ ബാക്കി ഉണ്ടാവുക അല്ലെ? ഈ ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ½ എന്ന് പറഞ്ഞാൽ റൂട്ടിന്റെ ഉള്ളിൽ എന്നുള്ളതാണ് കേട്ടോ. അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം, റൂട്ടിന്റെ ഉള്ളിൽ എന്നുള്ളതാണ്.
അത് ഇവിടെ ഹാഫ് കണ്ട റൈസ് ടു ഹാഫ് കണ്ട റൂട്ടിനുള്ളിൽ എഴുതി കൊടുത്താൽ മതി. ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഓഫ് രണ്ടു ഹാഫ് ആണല്ലോ. അപ്പോൾ നമ്മൾ എല് റൂട്ട് ഓഫ് എല് മൈനസ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ ജി എന്നുള്ളതാണ്. താഴത്തേക്ക് പോകണം, മൈനസ് കാണുമ്പോഴൊക്കെ താഴത്തേക്ക് എഴുതണം. ഇവിടെ നോക്കുക, ഇതേ ഫോമാറ്റിൽ തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ ഇക്വേഷൻ കിട്ടിയത്. ഇവിടെ കെയുടെ സ്ഥാനത്ത് എന്തായിരുന്നു എന്നുള്ളൂ 2π എന്നുള്ളതായിരുന്നു. 2π ആയിരുന്നു ഇവിടുത്തെ കോൺസ്റ്റന്റ് എന്നുള്ളത്, മാറ്റമുള്ളൂ. നമുക്ക് ഡയമെൻഷൻ ഇക്വേഷൻ റിലേഷൻ വെച്ചുകൊണ്ട് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കി ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാല് ഇങ്ങനെ 3 ഉപയോഗങ്ങളാണ് ഡയമെൻഷണൽ അനാലിസിസ് കൊണ്ട് നമുക്കുള്ളത്. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഏതൊക്കെയാണ് 3 യൂസേജുകൾ എന്നുള്ളത് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ പറഞ്ഞോടെ ഏതൊക്കെയാണ് 3 ഇക്വേഷൻ യൂസേജുകൾ. ഒന്നാമത് എന്താ പറഞ്ഞത്? ഒന്നാമത്തെ സംഭവം എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഇത് തൊട്ട് മുന്നേ പറഞ്ഞതായിരുന്നു. ആദ്യം നമ്മൾ പറഞ്ഞത് ഒരു സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ എന്താ പറഞ്ഞത്? ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എ ഗിവൺ ഇക്വേഷൻ, കറക്റ്റ്നെസ് ഓഫ് ഗിവൺ ഇക്വേഷന് വേണ്ടിയിട്ട്, അതായത് ഒരു ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അടുത്ത നമ്മൾ പറഞ്ഞു ഡിറൈവ് എ റിലേഷൻ ബിറ്റ്വീൻ വേരിയസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈ മറ്റു ഫിസിക്കൽ ക്വാണ്ടിറ്റീസും തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയാനും ഇത് പറ്റും. ഇപ്പൊ ഇതൊക്കെ നമുക്കിത് ചെയ്തുകൂടെ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ ഇത് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, ഒരുപാട് പോരായ്മകൾ ആർക്കുണ്ട്? ഈ ഡയമെൻഷണൽ ഫോമുലയ്ക്കുണ്ട്, ഡയമെൻഷൻ അനാലിസിസിനുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് അതിൻ്റെ ഡീമെറിറ്റുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മകൾ ഏതൊക്കെയാണെന്നുള്ളത് കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് കുറേ ലിമിറ്റേഷൻസ് എന്തിനുണ്ട് ഡയമെൻഷൻ അനാലിസിസിന്. കാണുമ്പോൾ തന്നെ അറിയാം, ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലേ, അതിങ്ങനെ ആകെ തല എന്ന് കറങ്ങുണ്ടാവും. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും വരുന്ന ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഡയമെൻഷണൽ ഫോർമുല അല്ലെങ്കിൽ ഡയമെൻഷൻ അനാലിസിസിന് ഉണ്ടാകുന്ന യൂസേജ് നമ്മൾ പറഞ്ഞു. പിന്നെ അതിന്റെ ലിമിറ്റേഷൻ എന്താണെന്നുള്ളത് കൂടി എക്സാമിന് ചോദിക്കാറുണ്ട്. 2-3 ലിമിറ്റേഷൻസ് പറയാം, ബാക്കി കാര്യങ്ങൾ നോട്ടിലും ഉണ്ടാവും കേട്ടോ. ഒന്ന്, ഡസ് നോട്ട് ടെൽ എനിത്തിങ് അബൌട്ട് ദ ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ്. നമ്മൾ പറഞ്ഞു ഡയമെൻഷൻ ഇല്ലാത്ത കുറെ കോൺസ്റ്റന്റുകൾ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ആ പെൻഡുലത്തിന്റെ കേസ് ചെയ്തപ്പോൾ ടി ഈസ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് എൽ ബൈ ജി എന്നുള്ളതാണ് ഒറിജിനൽ ഇക്വേഷൻ. നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താ? ടി ഈസ് ഈക്വൽ ടു 2π എന്ന് നമ്മൾ ഒന്ന് കണ്ടിട്ടേ 2π ആ ഇക്വേഷനിൽ കാണാനേ ഇല്ല അല്ലേ. അപ്പൊ അതാണ് കോൺസ്റ്റന്റുകളെ കുറിച്ച് ഒരു കാര്യം എന്ത് പറയും, ഒരു കാര്യവും എന്തിനു പറയുന്നുണ്ടാവില്ല, ഈ ഡയമെൻഷണൽ ഫോർമുലയിൽ ഒരു കാര്യം പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു പോരായ്മയാണ്. സെക്കൻഡ് പോരായ്മ, ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു പോസിബിൾ ടു ഡിറൈവ് എ റിലേഷൻ ബിറ്റ്വീൻ മോർ ദാൻ 3 ടേം. 3-ൽ കൂടുതൽ അല്ലെങ്കിൽ 2-ൽ കൂടുതൽ ടേമുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ആ റിലേഷൻ പറയാനൊന്നും ഇവരെ കൊണ്ട് കഴിയൂല. നമ്മൾ S = ut + r² എന്നുള്ള ഇക്വേഷനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് കഴിയും. അത് കഴിയൂല. കാരണം എന്താ? അവിടെ 3 ടേം ഉണ്ട്. S = ut എന്ന് പറയുന്ന അടുത്ത ടേം, ½ എന്ന് പറയുന്ന അടുത്ത ടേം, അങ്ങനെ 3 ടേമുകളുണ്ട്. അങ്ങനെ 2-ൽ കൂടുതൽ ടേമുകൾ ഉണ്ടെങ്കിൽ നമുക്കത് ഇത് വെച്ചുകൊണ്ട് എന്താ പറയാ ഡിറൈവ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കഴിയൂല എന്ന് തന്നെ പറയാം. അപ്പൊ അതും ഇതിന്റെ ഒരു പോരായ്മയാണ്. പിന്നെ നമുക്കറിയാം ഇത് വെച്ച് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് എന്നുള്ളതാണ്. ഇങ്ങനെ കുറച്ച് ലിമിറ്റേഷൻസും ആർക്കുണ്ട്. ബാക്കി ലിമിറ്റേഷൻസ് ഇങ്ങനെ നോട്ടിൽ പറഞ്ഞുതരാം കേട്ടോ, കാണാൻ പഠിച്ചാൽ മതി. ലിമിറ്റേഷൻസും ആർക്കുണ്ട്? ഈ ഡയമെൻഷൻ അനാലിസിസിനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഡയമെൻഷൻ അനാലിസിസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളതും. നമുക്ക് ഒരു കാര്യം കൂടിയുണ്ട്, ഞാൻ തന്ന നോട്ടിൽ ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് ഇനി നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനിയും കിട്ടാത്തതുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കിട്ടാത്തതുണ്ടെങ്കിൽ ചോദിക്കണം. അതിന് ആൻസർ എന്ത് ചെയ്യാം, പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, നീ ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ആർക്കെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതും കൂടി ചോദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതോടുകൂടി ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഓക്കെ, താങ്ക് യു.